കേരള തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പൽ കൂടുതൽ ചെരിയുന്നു. കപ്പലിന്റെ ചെരിവ് 18 ഡിഗ്രിയായി. തീ കപ്പലിന്റെ പല ഭാഗങ്ങളിലും പടരുകയാണ്. തീ ഇന്ധന ടാങ്കിന്റെ പരിസരത്തെത്തിയെന്നും ആശങ്കയുണ്ട്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഏറ്റവും പുതിയ വിവരം MV വാൻഹായ് 503 കപ്പൽ കൂടുതൽ ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ 15 ഡിഗ്രി വരെയാണ് അതിന്റെ ചെരിവുണ്ടായതെങ്കിൽ ഇന്ന് അത് 18 ഡിഗ്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇപ്പോഴും ഫയർ ഫൈറ്റിംഗ് തുടരുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല. തീ പടരുകയാണ്. അത് ആദ്യം അടിത്തട്ടിലുണ്ടായിരുന്ന തീ മുകൾ ഭാഗത്തേക്ക് പടർന്നു. ഇപ്പോഴിതാ അതിന്റെ വശങ്ങളിലേക്ക് കൂടുതലായി അത് വ്യാപിക്കുകയാണ്. ഇത് ഇന്ധന ടാങ്കിന് അടുത്ത് എത്തിയോ എന്നൊരു ആശങ്ക അധികൃതരെ സംബന്ധിച്ചുണ്ട്. കാരണം ഇന്ധന ടാങ്ക് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കപ്പലിന്റെ പ്ലാൻ ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി ഇവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ധന ടാങ്കിന് അടുത്തേക്ക് ഇത് എത്തിയോ എന്നൊരു ആശങ്കയുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർ തള്ളിക്കളയുന്നില്ല. കപ്പലിനകത്ത് ഇന്നലെയും പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പൊട്ടിത്തെറികൾ നടക്കുന്നു എന്നൊരു വിവരമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ഈ തീപിടുത്തം പടർത്തുന്നത്. INS സൂറത്ത് അടക്കമുള്ള കപ്പലുകൾ, ഒപ്പം തന്നെ സമുദ്രബഹരി കപ്പലും സജേദ കപ്പലും ഒരു വശത്ത് നിന്ന് ഈ 2 കപ്പലുകൾ വെള്ളം ചീറ്റുന്നു. മറുവശത്ത് നിന്ന് മറ്റു 2 കപ്പലുകൾ, അങ്ങനെ 4 കപ്പലുകൾ ഈ ഒരു ഫയർ ഫൈറ്റിങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷേ വെള്ളം ചീറ്റുക എന്നതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ ഈ തീയണയ്ക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് വലിയൊരു ദുഷ്കരമായൊരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇതിൽ രാസവസ്തുക്കൾ ആണ് ഏറിയ പങ്കുമുള്ളത് എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്തത് എന്ന് വ്യക്തമാക്കുന്നു. ഈ കൂടുതൽ വേഗത്തിലാണ് ഇപ്പോൾ തെക്ക് ഭാഗത്തേക്ക് നേരത്തെ കടലിൽ വീണ കണ്ടെയ്നറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നല്ല വേഗത്തിലാണ് അത് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കരക്കടിയാനുള്ള സാധ്യതയുണ്ട്. കേരള തീരത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എങ്കിൽ കൂടിയും തമിഴ്നാട് തീരങ്ങൾ, ശ്രീലങ്കൻ തീരങ്ങൾ, ഒരുപക്ഷെ കേരളത്തിന്റെ തെക്കൻ തീരത്ത് ഇത് അടിയുമോ എന്നറിയില്ല. പക്ഷെ തമിഴ്നാടിന്റെയും ശ്രീലങ്കയുടെയും തീരങ്ങളിലാണ് ഈ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുള്ളത്. അത് കാരണം അതിന്റെ ഒഴുക്കിന്റെ വേഗം നന്നായി ഉണ്ട് എന്നുള്ളതാണ് കേരള തീരത്തെ സംബന്ധിച്ചൊരു ആശ്വാസം പകരുന്ന ഒരു കാര്യം. അത് വളരെ പെട്ടെന്ന് തന്നെ കരയ്ക്കടിയാനുള്ള സാധ്യതയും ഈ അധികൃതർ തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ അത് കരയ്ക്കടിഞ്ഞേക്കുമെന്നുള്ള സൂചനകളാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ധന ടാങ്കിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ അത് ഇനി തടയാൻ പറ്റുമോ എന്നൊരു ആശങ്ക അധികൃതരെ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്ധന ടാങ്കിൽ അപകടം നടക്കുകയാണെങ്കിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും. കടൽ വെള്ളം കയറിയാൽ പോലും പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഈ കപ്പലിനകത്ത് ഉണ്ടായിരുന്നു. കൂടാതെ കപ്പലിന് 2 കിലോമീറ്റർ സ്ഥാനചലനം തിങ്കളാഴ്ചയിൽ നിന്നും ഉണ്ടായതിനേക്കാൾ 2 കിലോമീറ്റർ സ്ഥാനചലനം കപ്പലിന് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കപ്പലിന് പുറത്തുള്ള വിശേഷങ്ങളാണ്. അത് മംഗളൂരു AG ആശുപത്രിയിൽ കഴിയുന്ന 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർക്ക് 35% മുതൽ 40% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. അവരെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അത് ചൈന, ഇന്തോനേഷ്യ സ്വദേശികളാണ്. മറ്റ് 4 നാവികരെ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ 2 തായ്വാൻ സ്വദേശികൾ, ഒരു ഇന്തോനേഷ്യക്കാരൻ, ഒരു മ്യാൻമർ സ്വദേശി തുടങ്ങിയവരെയാണ്. അതിവേഗ വസലുകൾ ഉപയോഗിച്ചാണ് ഇവർക്കായുള്ള തെരച്ചിൽ നടക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു കണ്ടെയ്നറുകൾ ഒഴുകുന്നത് ഏത് ഭാഗത്തേക്കാണ് എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകുക. നിലവിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്, ഈ മത്സ്യബന്ധന തൊഴിലാളികൾ കടലിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണുകയാണെങ്കിൽ അത് പോയി തൊടാനോ അല്ലെങ്കിൽ അത് വലയിട്ട് പിടിക്കാനോ നിൽക്കരുത്. മറിച്ച് അധികൃതരെ വിവരം അറിയിക്കണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഗൗരവകരമായ ജാഗ്രതാ നിർദ്ദേശം നൽകണമെങ്കിൽ ഈ നിലവിൽ ഈ കണ്ടെയ്നറുകൾ തെക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നത് അതിന്റെ ഒരു കൃത്യമായ ദിശ, അത് എവിടെ കരക്കടിയും എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആതിര, ശരി, ഏറ്റവും പുതിയ വിവരങ്ങളാണ് റിയാസ് KMR നൽകിയത്. കേരള തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പൽ കൂടുതൽ ചെരിയുന്നു. കപ്പലിന്റെ ചെരിവ് 18 ഡിഗ്രിയായി. തീ കപ്പലിന്റെ വശങ്ങളിലേക്കും പടരുകയാണ്. തീ ഇന്ധന ടാങ്കിന്റെ പരിസരത്ത് എത്തിയെന്നും ആശങ്കയുണ്ട്. തീ അണയ്ക്കാനുള്ള അതീവ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.